ഭർത്താക്കന്മാരോ പാർട്ട്നേഴ്സോ പങ്കാളിയോ പുരുഷനോ സ്ത്രീ എങ്ങനെയായാലും കുഴപ്പമില്ല, കുറച്ച് ചോദ്യങ്ങളാണ്. അതായത് നിങ്ങൾ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി ഒരുങ്ങുമ്പോൾ നിങ്ങളിങ്ങനെ ഇരുന്ന് വാച്ച് ചെയ്യാറുണ്ടോ? നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് ആ ഫീലിംഗ് കിട്ടാൻ, ലൈക്ക് സംബഡി ഈസ് വാച്ചിങ് ആൻഡ് അപ്രിഷിയേറ്റിംഗ് ദം, അവർ നോക്കുന്നുണ്ടോയെന്ന്. അല്ലെങ്കിൽ അവർ കുളിക്കുന്ന സമയത്ത് കുളിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആ നനഞ്ഞ തോർത്തോടുകൂടി അത് മാത്രം കെട്ടി പുറത്ത് വരാറുണ്ടോ? പങ്കാളി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ കാണുമെന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ നോക്കുമെന്നോ അറിഞ്ഞുകൊണ്ട് തന്നെ വരാറുണ്ടോ? അതിന് വന്നിട്ട് ഇങ്ങനെ അറിയാതെ, മനസ്സിലായില്ലേ, ഓരോ പോസ്റ്ററൊക്കെ മുടി ഇങ്ങനെ കെട്ടുന്നതും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഡോക്ടർ അനിതാമണി. ഈ ഡോക്ടർ അനിതാമണിയുടെ ഒരു ക്ലിപ്പ് പോലും കണ്ടിട്ടില്ലാത്തവരെ കുറവാണെന്ന് തന്നെ പറയാം. കാരണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്കവരും ഈ ഡോക്ടറെ പരിചയമുണ്ടായിരിക്കും. നമുക്കറിയാം, സോഷ്യൽ മീഡിയ വഴിയിൽ ആദ്യമായിട്ട് കോസ്മെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജിസ്റ്റിലെ കേരളത്തിലെ ആദ്യത്തെ സർട്ടിഫൈഡ് വനിതയാണെന്നാണ് ഇവർ പറയുന്നത്. ഇവർ UK അങ്ങോ മറ്റോ അവിടെ അങ്ങോട്ട് പോയാണ് ഇവർ പഠിച്ച് ഇതുപോലെ സർട്ടിഫിക്കേഷൻ നേടിയത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ സെക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ലൈംഗികതയെ കുറിച്ച് നമുക്ക് ഒരു ക്ലാസ് എടുത്തു തന്ന ഒരു ഡോക്ടറാണ് ഇവർ. ആദ്യമൊക്കെ ഇവർ പറയുന്ന കാര്യങ്ങൾ വളരെ ഇൻഫോർമേറ്റീവ് ആണെങ്കിലും പോകെ പോകെ ഇവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടിരിക്കാൻ കുറച്ച് ലജ്ജ തോന്നിക്കുന്നതും. അതായത് നമ്മൾ ഒരു പബ്ലിക് പ്ലേസിൽ ഇവരുടെ വീഡിയോസ് കാണുവാണെങ്കിൽ ഒന്നല്ല ഹെഡ്സെറ്റ് വെച്ച് കേൾക്കണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം കേൾക്കേണ്ട ഒരു സാഹചര്യം. കാരണം അത്രയും നമ്മളെ ലജ്ജ ഉളവാക്കുന്ന രീതിയിലാണ് ഇവരുടെ അവതരണ ശൈലിയൊക്കെ. നമുക്കറിയാം, നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ 13 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇത് സൈനിങ് ചെയ്ത് ലോഗിൻ ചെയ്ത് കയറാൻ പറ്റുന്നതാണ്. അത് എന്തെന്ന് വെച്ചാൽ 13 വയസ്സ് മുതലേ ഉള്ള കുട്ടികളാണ് ഈ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, യൂട്യൂബ് ചാനൽ. അതായത് ഇത് പ്രത്യേകം കാറ്റഗറിയിലോട്ട് തിരിച്ച് ഇത്ര ഏജിലുള്ളവർക്ക് മാത്രമുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ല. ഇത് 13 വയസ്സ് മുതൽ മുതിർന്ന എത്ര വരെ പ്രായമുള്ളവർ ആണെങ്കിലും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ യൂട്യൂബ് എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ലൈംഗികയെ കുറിച്ചുള്ളതാണെങ്കിലും നമ്മളെ ലജ്ജ തോന്നിപ്പിക്കുന്ന, അതല്ലാതെ പാത്രം അഴിഞ്ഞു വിളമ്പണം എന്നൊരു ചൊല്ലുണ്ട്. അപ്പം മുതിർന്നവരിലേക്കും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിലേക്കും 18 വയസ്സിന് മുകളിലുള്ളവരിലേക്കും കല്യാണം കഴിക്കാത്തവരിലേക്കും കല്യാണം കഴിച്ചവരിലേക്കും 40 വയസ്സിന് മുകളിലുള്ളവരിലോട്ടും എല്ലാം എത്തിക്കുന്ന ഒരേ ഒരു മാറ്ററാണ്. അപ്പം അവരിലെല്ലാം അവരുടെ നമുക്ക് വിവാഹത്തിന് ശേഷം നമുക്ക് ജീവിത പങ്കാളിയുമായിട്ട് പല വിധത്തിനുള്ള താല്പര്യങ്ങളും പല വിധേനയുള്ള നമുക്ക് മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ അത് നമ്മുടെ പ്രശ്നം അറിഞ്ഞ് അതൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസിലൂടെയാണ് നമ്മൾ അത് ഒരു ഡോക്ടറെ സമീപിച്ചാൽ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ സമീപിച്ചാൽ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വ്യക്തിയെ സമീപിച്ചാൽ നമ്മളെ അത് പേഴ്സണലായിട്ടാണ് നമ്മളെ സ്റ്റഡി ചെയ്ത് അതിനുള്ള മരുന്ന് നമുക്ക് തരിക. പക്ഷെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതുപോലെ നമ്മളെ ലജ്ജ ഉളവാക്കുന്ന രീതിയിൽ ഡോക്ടർ ഇതുപോലെ ഒരു അവതരണ ശൈലി തരുമ്പോഴത്തേക്ക് എന്ത് മെസ്സേജാണ് നമ്മൾ സൊസൈറ്റിയിലോട്ട് കൊടുക്കുന്നത്? ഒരു 13 വയസ്സുകാരനെ ലൈംഗിക ചൊവ്വയെ കുറിച്ച് കാര്യങ്ങൾ വർണ്ണിച്ച് അവനെ ഒരു ഉത്സാഹത്തിലാക്കുമ്പോൾ അവൻ ഇതെന്തെന്നറിയാനുള്ള ത്വരയിലോട്ട് പോകുകയില്ലേ? അപ്പം ഡോക്ടറുടെ അല്പം കുറച്ച് വാക്കുകൾ നമുക്ക് കേട്ടിട്ട് വരാം. കാരണം ഒരു ലെവലിൽ നിന്ന് ക്രോസ് കടന്നപ്പോഴാണ് ഞാൻ എനിക്ക് ഇത് പബ്ലിക്കിലോട്ട് എത്തിക്കണമെന്ന് തോന്നിയത്. അപ്പം പറഞ്ഞ് ഡോക്ടർ ആദ്യമൊക്കെ തുടങ്ങിയത് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പതുക്കെ പോകെ നമുക്കതൊരു അരോചകമായിട്ട് എന്തോ ചമ്മല് പോലെ, നമുക്ക് നമ്മുടെ സ്വന്തം പങ്കാളിയുടെ ഒപ്പം ഇരുന്ന് പോലും കേൾക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ഒരു പാവത്തിലുള്ള അവതരണം വന്നപ്പം ഒരു വിവാഹിതയായി എനിക്കിങ്ങനെ തോന്നിയെങ്കിൽ കൊച്ചു പിള്ളേരിലോട്ട് ഏത് വിധേയനുള്ള ഇൻഫർമേഷൻ ആയിരിക്കും എത്തുക. അപ്പൊ അവർക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇത് എവിടെ കിട്ടുമെന്ന് അവർ അന്വേഷിച്ചിറങ്ങിയാലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ ഡോക്ടറിന്റെ കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് വരാം. എവിടെയൊക്കെ നമുക്ക് ഫോർപ്ലേ വാട്ടർ എലമെന്റ് ഉള്ളത് ഉണ്ടാവും? ബീച്ച് അല്ലെങ്കിൽ വാട്ടർഫോൾ, ഷവർ, വാട്ടർഫോൾ, ഇത് എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ബീച്ചിൽ ഇപ്പോൾ 2 വ്യക്തികൾ ഇങ്ങനെ നടക്കുമ്പോൾ അവര് അത് ഒരു ഫോർപ്ലേ ലെവലിൽ നടക്കുകയാണെങ്കിൽ കൈയൊക്കെ പിടിച്ച് മുട്ടി ഒരുമി, മേ ബി അരയിലൊക്കെ കെട്ടിപ്പിടിച്ച്, അല്ലെങ്കിൽ വല്ല മരത്തിന്റെ സൈഡിലൊക്കെ നിന്ന് കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്ത്, ഇപ്പൊ പല ബീച്ചുകളിലും കാണാം മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഈവൻ കുട്ടികൾ മാത്രമല്ല എല്ലാ പ്രായത്തിലുള്ളവരും ഇങ്ങനെ മുട്ടിയൊരുമി ഇങ്ങനെ നിൽക്കുന്നതും. ഞാൻ കൂടുതൽ അധികം ശ്രമിക്കാൻ നിൽക്കുന്നില്ല. കാരണം എന്റെ ഈ ചാനലും 13 വയസ്സുള്ള കുട്ടികൾ മുതൽ കാണുന്നതാണ്. അപ്പൊ ഇനി അവർ അതും തിരഞ്ഞു പോകണ്ട. അതുകൊണ്ടാണ് ഇത്രയൊക്കെ മതി. നിങ്ങൾ ഈ കേൾക്കുന്ന പ്രേക്ഷകർ, നിങ്ങൾ പേരൻസ് ആണ്, നിങ്ങൾ പറയൂ ഈ ഡോക്ടറിന്റെ ഈ പരിധി
പരിധി വിട്ടല്ലേ ഉള്ള സംസാരമല്ലേ, ഇതിന്റെ ആവശ്യമുണ്ടോ, ഇത്രയൊക്കെ വർണ്ണിക്കേണ്ട ആവശ്യമുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലോട്ട് പറയുകയുണ്ടായി, അതായത് ബീച്ചിൽ വരെ പോകുമ്പോൾ, അതായത് ബീച്ച് എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്, നമ്മുടെ അവിടെ കുട്ടികൾ എല്ലാവരും ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഫോർ പ്ലേ ആകാം എന്നുള്ള രീതിയിൽ വളരെ പച്ചയായ രീതിയിലാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇവരുടെ ഒരു അവതരണ ശൈലിയും അതുപോലെ തന്നെ ഇവർ ഉപയോഗിക്കുന്ന വാക്കുകളും ഒട്ടും സയന്റിഫിക് ആയിട്ടല്ല, നമ്മളെ ശരിക്കും അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഡോക്ടറുടെ അവതരണ ശൈലി. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഈ ഡോക്ടറുടെ അവതരണ ശൈലിയും ഉപയോഗിക്കുന്ന വാക്കുകളും ആ രീതിയും ഒരു പരിധി വിട്ടപ്പോഴാണ് ഞാനും ഇതുപോലെ എന്നാൽ ഇതിനെതിരെ ഒന്ന് പറയണം എന്ന് എനിക്ക് തോന്നി വരുന്നത്. കാരണം എന്റെ മക്കളടക്കമുള്ള നിങ്ങളുടെ കുട്ടികളും ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അവര് ഒരുപക്ഷെ നമ്മൾ അറിയാതെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ത്വരം കൊണ്ട് ഇതൊക്കെ കാണുകയും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടേണ്ടതിന് പകരം അവർക്ക് തെറ്റായിട്ടുള്ള ഒരു രീതിയിലോട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടേണ്ടി വരും അല്ലെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ടത് ഓരോരോ പാഠമുണ്ട്. നമ്മൾ 1ാം ക്ലാസ്സിൽ പോയിട്ട് എന്താണ് ഒന്നാം ക്ലാസ്സിൽ നമ്മൾ ആയും ഈയും ABCD ഒക്കെയാണ് പഠിക്കുക, അല്ലാതെ അവിടെ പോയി പൈതഗോറസ് ആണ് നമ്മൾ പഠിക്കാറില്ല. അപ്പം അതുപോലെ നമ്മുടെ പ്രായം അനുസരിച്ച് വേണം നമുക്ക് ഓരോരോ കാറ്റഗറി തിരിച്ച് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ പടിപടിയായിട്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 1ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിക്കണം, 5ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കണം, ഡിഗ്രിക്ക് ഹയർ എഡ്യൂക്കേഷന് പഠിക്കേണ്ട കാര്യങ്ങൾ ഹയർ എഡ്യൂക്കേഷന് പഠിക്കണം. പക്ഷെ ഹയർ എഡ്യൂക്കേഷന് പഠിക്കേണ്ട കാര്യങ്ങൾ 1ാം ക്ലാസ്സിലെ പഠിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ജീവിതത്തിൽ താളം തെറ്റുക തന്നെ വേണം. അപ്പം അങ്ങനെ ഒരു അറിവാണ് ഇവർ ഈ സോഷ്യൽ മീഡിയ വഴിയിൽ ഇപ്പം എല്ലാവരിലോട്ടും സ്പ്രെഡ് ആയിരിക്കുന്നത്. പിന്നീട് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സെയിം സമാനമായിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ കുറച്ച് ഫാമിലി ബ്ലോഗ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ച് ഫാമിലി ബ്ലോഗ്സ് എന്റെ ശ്രദ്ധയിൽ പിടിയുണ്ടായി. അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ മക്കളെ വരെ വെച്ചിട്ടാണ് ഓരോരോ ഇത് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ യൂട്യൂബ് ഈ അൽഗോരിതം ഇതൊക്കെ കണ്ടുപിടിച്ച് തെരഞ്ഞുപിടിച്ച് കാറ്റഗറീസ് തിരിച്ചു മാറ്റേണ്ടത് തന്നെയാണ്. അപ്പൊ ഈ കോണ്ടന്റ് ക്രിയേറ്റർ നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊച്ചുമക്കളിലൂടെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഏത് വിധത്തിലുള്ള ഒരു ഇമ്പാക്ട് ആയിരിക്കും എത്തുക. ഈ കുട്ടികൾ അതായത് ഈ ആമ്പിളാരൊക്കെ ഇല്ലേ, ചെറിയ ആമ്പിളാരെ പൊടിപ്പിള്ളാരൊക്കെ അവരിതൊക്കെ കണ്ടിട്ട് അവർക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നും. പെമ്പിള്ളാർക്കും തോന്നും, ആമ്പിള്ളാർക്കും എല്ലാവർക്കും തോന്നും. അപ്പൊ അങ്ങനെ എന്തിനാണ് ചെറിയ പ്രായത്തിൽ അവരിലോട്ട് ഒരു ക്യൂരിയോസിറ്റി എത്തിച്ചു കൊടുക്കുന്നത്? അവർക്ക് അത് അറിയണം എന്നുള്ള ത്വര എന്തിനാണ് എത്തിച്ചു കൊടുക്കുന്നത്? നമ്മൾ തന്നെയല്ലേ നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഈ ഡോക്ടറുടെ ഈ ഒരു അവതരണ ശൈലി, ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു ശൈലി അത് തികച്ചും നമുക്ക് വേണ്ടുന്നതാണോ അതോ അസ്ഥാനത്തുള്ള പ്രയോഗമാണോ എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യണം. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്തത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സ്റ്റുഡന്റ് ബൈ.